ഒരു കണ്ണിച്ചോര ഇല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതെ, ഇതിലും പോലീസാ, DNA-ലും പോലീസ് കിട്ടണം. നമ്മൾ വളരെ സേഫ് ആയിട്ട് കണ്ടൊരു ഡേറ്റ് ആയിരുന്നു 24. അപ്പൊ അതില് ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ടർബോ പ്രീപോണ്ട് ചെയ്ത് 23 വന്നത്. ഷാജോൺ എന്ത് പറയാനാ? ഷാജോൺ സന്തോഷം, അവൻ ഊരിയിട്ട് ഉപ്പായി ഇപ്പൊ എന്താ ചെത്തായി. നിങ്ങളെ കാണിക്കുന്നതിനൊക്കെ മുമ്പ് ഒരു എഡിറ്റിന്റെ ഒരു രീതി ഉണ്ടല്ലോ, വീട്ടിൽ പടം ഇട്ട് കണ്ടിട്ട് എല്ലാം ക്രൂരനായി എഡിറ്റ് ചെയ്ത് കളയുന്ന ഒരു രീതി, അത് തലവനിലും ഉണ്ടായിരുന്നു. തലവനില് ആദ്യം മുതൽ, അതായത് ഇതിന്റെ നമ്മൾ വായിച്ച് കമ്മിറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ത്രൂ ഔട്ട് ഈ സിനിമയ്ക്ക് ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ സ്ക്രിപ്റ്റിന് ഇവോൾവ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ജിസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തു. ആ ഷൂട്ട് ചെയ്ത സിനിമയിൽ നിന്ന് ഒരുപാട് ഫൈൻ ട്യൂൺ ചെയ്യാൻ ഇതിന്റെ ഫൈനൽ എഡിറ്റിലേക്ക്, ഇപ്പൊ ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് എന്താണ് ഇത്രയും ദിവസം ഇതിന്റെ റിലീസിന് എടുത്തത് എന്ന് ചോദിച്ചതിന് ഒരു മറുപടി ഇതിന്റെ ഈ ഫൈൻ ട്യൂണിങ് തന്നെയാണ്. എനിക്ക് നേരത്തെ ഞാൻ എടുത്തു പറയണം എന്ന് ആഗ്രഹിച്ചതാണ് സൂരജിനെ പറ്റിയിട്ട്. ഓരോ പ്രാവശ്യം ഞാൻ ജിസിന് ഇതുപോലെ എവിടെയാണ് എന്ന് ചോദിച്ചു വിളിക്കുമ്പോഴും സൂരജിന്റെ കൂടെയാണ് ഇരുന്ന് ഓരോ ഫോർമാറ്റും ഞാനിതിന്റെ 3 വേർഷൻ ഓഫ് എഡിറ്റ്സ് കണ്ടു. ഏറ്റവും ഫൈൻ ട്യൂൺ ആയിട്ട് ചെയ്ത്, ഏറ്റവും നമ്മളിപ്പോ പറയല്ലോ ഫസ്റ്റ് ഹാഫ് ലാഗ്, സെക്കൻഡ് ഹാഫ് ലാഗ് എന്ന് പറയല്ലോ, അത് അങ്ങനെയുള്ള കോമന്റ്സ് ഒക്കെ ഒഴിവാക്കാം എന്ന് തോന്നുന്ന ഒരു വേർഷനിലേക്ക് ഈ സിനിമ എത്തിയതിനു ശേഷമാണ് ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു കണ്ണിച്ചോര ഇല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് സാധാരണ നിങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കേട്ടു ആ ചോദ്യം. ഈ സിനിമ വരെ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോകുമ്പോൾ വൈഫും ഒക്കെ ചോദിക്കുന്നത് മീറ്റിംഗ് ഉണ്ടല്ലേ എന്നുള്ളതായിരുന്നു. പക്ഷെ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ ചോദ്യം മാറി എഡിറ്റിംഗ് ഉണ്ടല്ലേ. നസീർക്ക ഈ സിനിമയിലൂടെ നിങ്ങളെ ഞെട്ടിക്കും. സ്ഥിരം പോലീസാണോന്ന് ചോദിക്കുന്നില്ലേ? അതെ, ഇതിലും പോലീസാ, DNA-ലും പോലീസ് കിട്ടണം. അത് മേടിച്ചിട്ട് ഞാൻ പോകും. അല്ല, ഇത് ഞാൻ വളരെ സീനിയർ ആയിട്ടുള്ള നമ്മുടെ ഒരു ഒരു താരത്തോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത് പോലീസ് സ്റ്റേഷനുകൾ തന്നെയാണ്, അപ്പോൾ അതിലങ്ങ് ഉറച്ചു പോകുന്നൊരു പേടിയുണ്ടെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ അത് കൊള്ളാവുന്നതുകൊണ്ടല്ലടാ വിളിക്കുന്നത്, നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലേ വിളിക്കുന്നത്. പിന്നെ അതിന് പോലും വിളിക്കാത്ത ഒരുപാട് പേരുടെ ഇടയിൽ അങ്ങനെ വിളിക്കുന്നില്ല, അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഈ സ്ഥിരം പോലീസ് സ്റ്റേഷൻ ചെയ്യുന്നു പറയുന്നവർക്ക് അത് പറയാനേ പറ്റുള്ളൂ, വേഷം തരാൻ പറ്റില്ലല്ലോ. അപ്പൊ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഷാജോൺ എന്ത് പറയാനാ? ഷാജോൺ സന്തോഷം, അവൻ ഊരിയിട്ട് ഉപ്പായി ഇപ്പൊ എന്താ ചെത്തായി. അങ്ങനെയല്ല, ഇതിനകത്ത് എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ജിസ്മനായിട്ട് ഞങ്ങള് എത്രയോ കൊല്ലത്തെ പരിചയമാണ് കേട്ടോ, എത്രയോ കൊല്ലത്തെ പരിചയം. അത് പറയണം. അതായത് ഞാനും ജയസൂര്യയും കൂടെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നടക്കുന്ന സമയം, ഞാൻ പറഞ്ഞ 1998-99 ആ സമയത്ത് ഞാനും ജയസൂര്യയും മിമിക്രി ചെയ്യും. 2-man ഷോയാണ്. ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനും ജയസൂര്യ മാത്രമുള്ള ഷോയാണ്, വേറെ ആരുമില്ല, വേറെ ബേർഡൻസ് ഒന്നുമില്ല, ഒരു മൈക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി. അപ്പൊ അങ്ങനെ ഞങ്ങൾ നടക്കുന്നിടയിൽ ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പിന് ആദ്യം പിരിച്ചത് ഈ മനുഷ്യനാണ്. അത് അവന് നസീർക്കയുടെ ട്രൂപ്പില് ഡിസ്കവറി അല്ലേ, കൊച്ചിൻ ഡിസ്കവറി എന്ന് പറയുന്ന, അന്ന് എല്ലാ മിമിക്രി കലാകാരന്മാരും ഈ ട്രൂപ്പിൽ ഒരു അംഗമാവാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ജയസൂര്യക്ക് നസീർക്ക അതിലൊരു ആ ട്രൂപ്പിൽ ഒരു അംഗമാക്കി. അങ്ങനെയാണ് ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ആദ്യം പൊളിയുന്നത്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. അന്ന് മുതൽ ഈ പറഞ്ഞ മിക്കയുടെ ഞാൻ വീട്ടിൽ ഞാൻ വന്നു, മിക്ക ഓർക്കാത്തോണ്ടാണ് ജയസൂര്യയുടെ കൂടെ. അപ്പൊ അന്ന് മുതലുള്ള ഒരു നസീർക്കയോട് ഇപ്പോഴും എനിക്ക് ആ ഒരു എത്ര സുഹൃത്തായി എന്ന് പറഞ്ഞാലും എനിക്ക് ആ ഷോൾഡറിൽ കൈയിടാനുള്ള ഒരു ധൈര്യമില്ല, കാരണം നമ്മൾ പിന്നെ കൈയടക്കരുത്. താങ്ക് യു. എന്തായാലും അന്നേരം രഘു എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അനശ്വരമാക്കിയത് എന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്കത് പറയണം. താങ്ക് യു. എതിരാളിയായി കാണുന്നുണ്ടോ അല്ലെങ്കിൽ അല്ല, സീരിയസ്ലി നമ്മൾ പറഞ്ഞ വെച്ചാൽ നമ്മൾ സിനിമ റിലീസ് 24th നേരത്തെ പ്ലാൻ ചെയ്തതാണ്. 24-ാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ്. നമ്മൾ അങ്ങനെയാണ് മറ്റ് കമ്മിറ്റ്മെന്റുകളെല്ലാം ചെയ്തതും.
ടർബോ 13-ാം തീയതി ജൂൺ 13-ാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത്. അപ്പൊ അതിന് 3 ആഴ്ച ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അവര് 23-ാം തീയതിക്ക് തിരിച്ച് ഇങ്ങോട്ട് മാറ്റിയപ്പോ ഞങ്ങൾക്ക് മാറാൻ വേറെ ഇടമില്ലാതായി പോയി. അതെ, നമുക്ക് മാറാൻ വേറെ സ്ഥലമില്ലാതായി പോയി എന്നുള്ളതാണ് അവസ്ഥ. വെക്കേഷൻ തീരുന്നു, പിന്നെ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ നേരത്തെയുള്ള കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, നമുക്ക് റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പം അതിന് നമുക്കൊരു സ്പേസ് ഇല്ലായ്മ സംഭവിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ട്രെയിലർ കണ്ടില്ലേ ടർബോയുടെ? അല്ലേ? എന്നിട്ട് നീ ചോദ്യം ചോദിക്കണല്ലേ? അല്ല, ശരിക്കും അരുൺ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മള് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 മാസം മുന്നേ മുതൽ നമ്മൾ ഇതിന്റെ ഒരു റിലീസ് ഡേറ്റിന്റെ 2 ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു. അതിനുശേഷം നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മലയാള സിനിമയുടെ ഒരു വസന്തകാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ജനറേഷനിൽ. എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫ് ആയിട്ട് കണ്ടൊരു ഡേറ്റ് ആയിരുന്നു 24. അപ്പൊ അതിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ടർബോ പ്രീപോണ്ട് ചെയ്ത് 23rd വന്നത്. വൈശാഖനല്ലേ, പോസ്റ്റ്പോൺ ചെയ്യാനല്ലേ ചാൻസ് ഉള്ളൂ എന്നതാണ് നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ ഇത്രയും വലിയൊരു സിനിമ, ഭയങ്കര ഗ്രാൻഡ്യൂറിൽ വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് 13 ഒരു 2 ആഴ്ച കൂടെ തള്ളുമായിരിക്കും, ശരി പണി തീരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്റ്റും പിന്നെ പേടിയുമാണ്. കാരണം അറിയാലോ, കൂടുതലൊന്നും പറയാം. മലയാള സിനിമയുടെ വസന്തകാലം എന്ന് പറഞ്ഞാൽ തന്നെയാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ പീരീഡിലൂടെയാണ് മമ്മൂക്ക എന്ന ആക്ടർ. നമ്മൾ വളരെ ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളും അദ്ദേഹത്തിനെ വളരെ റെസ്പെക്റ്റോടെയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയുക, ഭയങ്കര വൈവിധ്യമാർന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടി കമ്പനി വരുന്നത്, മമ്മൂക്ക വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ ആലോചനയിൽ വെക്കേഷൻ കഴിഞ്ഞ് 3-ാം തീയതി മുതൽ സ്കൂൾ തുറക്കുന്നു, 5-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു, മഴ വരാൻ പോകുന്നു. അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പുഷ് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ 23rd ടർബോന്ന്, അത് കഴിഞ്ഞ് 24th നമ്മൾ റിലീസ്. അറിയാം, നമ്മൾ അത് വലിയ സ്കെയിലുള്ള സിനിമയാണ്, നമ്മുടേത് നമ്മുടെ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്കെയിലിംഗിലുള്ള ഒരു സിനിമയാണ്. എന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ സിനിമ വിജയിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമയും കൂടെ നിങ്ങൾ പരിഗണിക്കണം, അവരെ കൂടെ വിജയിപ്പിക്കണം. ഇപ്പൊ കണ്ടുവരുന്ന ഒരു പുതിയ ട്രെൻഡ് എന്ന് വെച്ചാൽ, നമ്മളിപ്പം എത്ര നല്ല സിനിമയാണെങ്കിലും അതുപോലെ തന്നെ തിയേറ്ററിൽ എത്ര സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിലും ഒത്തിരി താമസിക്കാതെ തന്നെ OTT-ലേക്ക് കൈമാറുക. ഇപ്പം ആവേശം ഏറ്റവും നന്നായിട്ട് തിയേറ്ററിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ OTT-ലേക്ക് പോയി. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് ഈ സിനിമയും പോവുമോ? ഒരു സക്സസ് ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ OTT? അല്ല, ഇതെന്താ അറിയോ, നമ്മളൊരു പ്രീ കമ്മിറ്റ്മെന്റ് ഉള്ളതാണല്ലോ. നമ്മൾ സിനിമകൾ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ OTT എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ വലിയ സ്കെയിലിൽ സിനിമകൾ എടുക്കുമ്പോൾ നമ്മൾക്ക് അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലേ നമുക്ക് സിനിമയുമായിട്ട് തിയേറ്ററിൽ വരാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ആവേശം കാണുമ്പോൾ, ആവേശം ഹ്യൂജ് സ്കെയിലുള്ളൊരു സിനിമയാണ്. ആ സിനിമ ആ ബഡ്ജറ്റിൽ, ഇപ്പം നിങ്ങൾ മറ്റ് ഭാഷാ സിനിമകൾ കാണുന്നുണ്ട്, വലിയ ബഡ്ജറ്റിലുള്ള മറ്റ് ഭാഷാ സിനിമകൾ കാണുന്നുണ്ട്. നമ്മൾ അതിനോട് ബഡ്ജറ്റ് വൈസ് കടപിടിക്കാൻ നോക്കുമ്പോൾ, അങ്ങനെ നമ്മുടെ മലയാളത്തിലെ പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ടെക്നീഷ്യൻസും അതിന് ശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ടുകളെ നമുക്ക് മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റില്ല. ആവേശം വലിയ 30 കോടിക്ക് മുകളിൽ സ്പെൻഡ് ചെയ്തിട്ടൊരു സിനിമയാണ്. അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ അതുമായിട്ട് മുന്നോട്ട് പോവുക? അപ്പം നമുക്ക് ഉറപ്പായിട്ടും അത്തരം പ്ലാറ്റ്ഫോമുകളെ നമ്മൾ ആശ്രയിച്ചേ പറ്റൂ. സിനിമയുടെ വലിപ്പം കൂടുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആ ദിവസങ്ങൾക്കുള്ളിൽ തിയേറ്ററിൽ കാണുക. നമ്മൾ മാക്സിമം ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ വന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അത്തരം സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് അത്രയും വലിയ സിനിമകൾ പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് ഉറപ്പായിട്ടും നമ്മൾ അതിനെ പരിഗണിക്കാതെ അല്ലെങ്കിൽ അതിനെ കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല സിനിമകൾക്ക്.